പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജനുവരി 2-ാം തീയതിയാണ്. അനുഗ്രഹത്തിൻ്റെ ഒരു ദിനമാണ്. നമ്മൾ ഇന്നലെ എടുത്ത തീരുമാനങ്ങളിലൊക്കെ നിലനിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി കുറെ കൂടി ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ആരെയാണ് അനുഗ്രഹിക്കുക? കർത്താവ് അനുഗ്രഹിക്കുന്നത് എപ്പോഴും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരെയും അവിടുത്തെ വഴികളിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നവരെയാണ്. കർത്താവ് അനുഗ്രഹിക്കുന്നത് അനുതപിക്കുന്നവരെയാണ്. കർത്താവ് അനുഗ്രഹിക്കുന്നത് എളിമപ്പെടുന്നവരെയാണ്. കർത്താവിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ച് കർത്താവിൻ്റെ പിന്നാലെ വരുമ്പോഴാണ് അനുഗ്രഹം വരിക. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധിയുടെ പാതയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അനുഗ്രഹങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ നമ്മളുടെ മേലും നമ്മളുടെ തലമുറകളുടെ മേലും വന്നു നിറയും. അപ്പോൾ ഈ വർഷം മുഴുവനും കർത്താവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ കരങ്ങളും കണ്ണും ചെവിയും എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും എൻ്റെ ശരീരവും ആത്മാവും മനസ്സും എല്ലാം വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. വചനമുണ്ട്, സങ്കീർത്തനം 18:20. എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി, എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു. അത് എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം, എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം, അത് എൻ്റെ വിശുദ്ധിക്ക് ചേർന്ന വിധമാണ് കർത്താവ് അനുഗ്രഹങ്ങൾ തരിക. വീണ്ടും 24-ാമത്തെ വാക്യം, എൻ്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. എൻ്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും, അതായത് എൻ്റെ ആത്മാവ് വിശുദ്ധമായിരിക്കണം, എൻ്റെ കരങ്ങൾ വിശുദ്ധമായിരിക്കണം, ഞാൻ നീതിമാനായിരിക്കണം. കർത്താവിൻ്റെ പാതയിൽ ചരിച്ചോ കർത്താവ് അനുഗ്രഹിക്കും. അപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഈശോയെ, ഈ ജനുവരി 2-ാം തീയതി ഞാൻ എടുക്കുന്നൊരു പുതിയ പ്രതിജ്ഞയാണ്, വിശുദ്ധിയിൽ ജീവിക്കണം. തെറ്റെവിടെയെങ്കിലുമൊക്കെ പറ്റിയാലും, എനിക്ക് പാളിപ്പോയാലും, വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ എനിക്ക് കറ വീണ് പോയാലും ഞാൻ എഴുന്നേക്കും ഈശോയെ, അനുതപിക്കും ഈശോയെ, അങ്ങയുടെ പാതയിലേക്ക് വരൂ ഈശോയെ. അതിനുള്ള കൃപ തരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മത്തായി 5:8, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വിശുദ്ധിയുള്ളവരാകണം കേട്ടോ. ലോകത്തിൻ്റെ പാപങ്ങളോടും ജഡികതകളോടും ഒക്കെ അകന്ന് നിൽക്കണം കേട്ടോ. കർത്താവിൻ്റെ പാതയിൽ ചരിച്ച് ജീവിതവും കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ, നിർമ്മലമായ ഹൃദയം എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.